അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 14ാമത്തെ പാഠമായ അൽ മുഅ്മിനൂന ഇഖ്വ എന്ന അധ്യായത്തിൻ്റെ തദ്രീബാത്താണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് നഖറഉ വനഫ്ഹമു. നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാം. യർമൂക്ക് ജോർദാനിലെ ഒരു സ്ഥലം. തബാദുൻ പരസ്പര സ്നേഹം, തറാഹുമുൻ പരസ്പര കാരുണ്യം, തഅതുഫുൻ പരസ്പര സഹായ സഹകരണം, പ്രശംസിക്കുക അഥവാ പുകഴ്ത്തുക, സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ മാത്രം താൽപ്പര്യം കാട്ടുക, രണഭൂമി അഥവാ യുദ്ധഭൂമി, സാരമുള്ള അഥവാ ഗൗരവമുള്ള, ജലം, വെള്ളം. ഇനി നമുക്ക് 2ാമത്തെ വർക്കിലേക്ക് കടക്കാം. നുജീബ് ഉത്തരം എഴുതാനാണ്. 1. സ്വഹാബികൾ അക്രമികളുമായി പോരടിച്ചത് എവിടെ വെച്ച്? ഉത്തരം യർമൂക്ക് യുദ്ധഭൂമിയിൽ വെച്ച്. 2. ആരാണ് ദാഹിക്കുന്നവർക്ക് വെള്ളവുമായി അവിടെ ഓടി നടന്നത്? ഉത്തരം ഹുദൈഫ റളിയല്ലാഹു അൻഹു. 3. ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം ആർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്? ഉത്തരം അയ്യാഷ് റളിയല്ലാഹു അൻഹുവിനെ. 4. സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടെല്ലാമാണ് ഉപമിച്ചത്? ഉത്തരം ഒരു ശരീരത്തോടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളോടും. 5. അല്ലാഹു തആല ആരെയാണ് പ്രശംസിച്ചത്? ഉത്തരം സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ. 6. സത്യവിശ്വാസിക്ക് ചേരാത്ത ഒരു ദുർഗുണമെഴുതുക. ഉത്തരം സ്വാർത്ഥത. ഇനി നമുക്ക് 3ാമത്തെ വർക്കിലേക്ക് കടക്കാം. നക്തശിഫുൽ മഅന അർത്ഥം കണ്ടെത്താനാണ്. നോക്കാം. 1. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അർത്ഥം തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. 2. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅദുഹു ബഅദ. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. 3. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതഅതുഫിഹിം കൽ ജസദിൽ വാഹിദി. അർത്ഥം സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ഇനി നമുക്ക് 4ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നംല ഉൽ ഫറാഗ് വിട്ട ഭാഗം പൂർത്തിയാക്കി എഴുതാനാണ്. 1. സത്യവിശ്വാസിക്ക് ഡാഷ് പാടില്ല. ഉത്തരം സത്യവിശ്വാസിക്ക് സ്വാർത്ഥത പാടില്ല. 2. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ ഡാഷിനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. 3. സ്വഹാബികൾ ഡാഷിൽ പോലും തൻ്റെ സഹോദരന് പരിഗണന നൽകി. ഉത്തരം സ്വഹാബികൾ മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് പരിഗണന നൽകി. ഇനി നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം.
നുൻഷി ഉൽ ജുമൽ. ഒരു വാചകം തയ്യാറാക്കുക. താഴെ കൊടുത്ത വാക്കുകളെ കൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കാനാണ്. നോക്കാം. ആദ്യത്തെ വാക്ക് മുഖാമുഖം. ഞങ്ങൾ മുഖാമുഖമായി ഇരുന്നു. 2. ദാഹജലം. പക്ഷികൾക്ക് ദാഹജലം നൽകി. 3. മുൻഗണന. പാർക്കിൽ കുട്ടികൾക്ക് മുൻഗണന കിട്ടി. 4. സ്വാർത്ഥത. നാം സ്വാർത്ഥതയുള്ളവരാകരുത്. 5. പ്രശംസിച്ചു. ഉസ്താദ് കുട്ടികളെ പ്രശംസിച്ചു. അവസാന വാക്ക് പരിഗണന. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ലഭിച്ചു.